ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. കാസർഗോഡ് പീലിക്കോട് കാർഷിക കേന്ദ്രത്തിന് സമീപമാണ് വിള്ളൽ കണ്ടെത്തിയത്. 1/2 കിലോമീറ്ററോളം ദൂരമാണ് വിള്ളൽ വന്നത്. വിള്ളലുള്ള ഭാഗത്ത് ടാർ ഒഴിച്ചും പ്ലാസ്റ്റിക് ഷീറ്റ് മൂടിയും മറച്ച നിലയിലായിരുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, വീണ്ടും കാസർഗോഡ് ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികൾ ലഭിക്കുന്നതിനിടയിലാണ് ദേശീയപാതയിൽ നിരവധി ഇടങ്ങളിൽ വിള്ളൽ കണ്ടെത്തുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടെത്തിയ വിള്ളൽ. ഈ പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപത്തായി 1/2 കിലോമീറ്ററിലധികം ഇത്തരത്തിൽ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഈ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ഭാഗത്തെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് താൽക്കാലികമായി അവർ ടാറും എൻസാൻഡും ഉപയോഗിച്ച് ഇപ്പോൾ വിള്ളൽ അടച്ചിട്ടുണ്ട്. ജനങ്ങളടക്കം വലിയ ആശങ്കയിലാണ് നിലവിലുള്ളത്. ഈ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ഇടങ്ങളിൽ അശാസ്ത്രീയമായിട്ടാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജനപ്രതിനിധികൾ അടക്കം ഈ ആശങ്ക പ്രകടിപ്പിച്ചതുമാണ്. NHAIയുടെ ഉദ്യോഗസ്ഥർ എത്തിയ സമയത്തും ഈ അപാകതകളെല്ലാം ചൂണ്ടിക്കാണിക്കുകയും കളക്ടർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ വീണ്ടും ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ആളുകൾ ഒരു പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ആ ഭാഗത്തായി ഈ റോഡ് 6 മീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട്. 4 മുതൽ 6 മീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഇത്തരത്തിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സർവീസ് റോഡിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുവശങ്ങളിൽ നിന്നും റോഡ് പതിക്കാം. അതായത് പ്രധാനപ്പെട്ട പാത തകർന്നു വീഴാമെന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിലുള്ളത്. എന്തായാലും ഇവർ പ്രത്യക്ഷ സമരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കണമെന്ന ആവശ്യം അവർ ശക്തമാക്കുകയാണ്. സുരക്ഷിതമായ റോഡും അതുപോലെ തന്നെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ സംഭവങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഈ ദേശീയപാതയിലൂടെയുള്ള യാത്ര പോലും വളരെ അപകടകരമാകുന്നു എന്നുള്ളൊരു ആശങ്ക കൂടി മൊത്തത്തിൽ ആളുകൾക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരി, ജോസഫ് അഗസ്റ്റിനാണ് വിശദാംശങ്ങൾ നൽകിയത്.